ലബനാനിനെ ഞെട്ടിച്ച പേജർ ആക്രമണത്തിനു പിന്നിൽ ഇസ്രായേലാണെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട്. ഹിസ്ബുല്ല അംഗങ്ങൾക്ക് നേരെ ആക്രമണം നടത്താൻ തായ്വാൻ നിർമ്മിത പേജറുകളുടെ ഒരു ബാച്ചിൽ ഇസ്രായേൽ സൈന്യം സ്ഫോടക വസ്തുക്കൾ ഒളിപ്പിച്ചുവെന്നാണ് US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇവയാണ് ലബനാനിലും സിറിയയിലും ഒരേ സമയം പൊട്ടിത്തെറിച്ച് 9 പേർ കൊല്ലപ്പെടുകയും 3000-ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത്. കൊല്ലപ്പെട്ടവരിൽ 8 വയസ്സുകാരിയും ഉൾപ്പെടും. 200 പേരുടെ നില ഗുരുതരമാണ്. ഇതിനിടെ ഹിസ്ബുല്ല ഉപയോഗിക്കുന്ന 5000 പേജറുകളിൽ ഇസ്രായേൽ സ്ഫോടക വസ്തുക്കൾ ഒളിപ്പിച്ചിരുന്നതായി റോയിട്ടേഴ്സ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ലബനാനിൽ നടന്ന വ്യാപക സ്ഫോടനങ്ങളിൽ ഇതിലുള്ള 3000-ഓളം പേജറുകളാണ് പൊട്ടിത്തെറിച്ചത്. ഗോൾഡ് അപ്പോളോ എന്ന തായ്വാൻ ബ്രാൻഡിലുള്ള ഉപകരണങ്ങളാണ് പൊട്ടിത്തെറിച്ചത്. എന്നാൽ ഇത് തങ്ങൾ നിർമ്മിച്ചതല്ലെന്നും തങ്ങളുടെ ബ്രാൻഡ് ട്രേഡ് മാർക്ക് ഉപയോഗിക്കാൻ അനുവാദമുള്ള യൂറോപ്പിലെ BAC എന്ന കമ്പനി നിർമ്മിച്ചവയാണെന്നും തായ്വാൻ കമ്പനി അധികൃതർ അറിയിച്ചു. ഈ വർഷം ആദ്യം ഹിസ്ബുല്ല ഇറക്കുമതി ചെയ്ത പേജറുകൾ പുതുതായി നിർമ്മിച്ചവയാണ്. ഉൽപാദന വേളയിൽ തന്നെ ഇസ്രായേലിന്റെ ചാര ഏജൻസിയായ മൊസാദ് ഏജന്റുമാർ ബാറ്ററിക്ക് സമീപം സ്ഫോടക വസ്തു തിരികെ കയറ്റിയിരുന്നുവെന്നാണ് സ്രോതസ്സുകളെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. 3 ഗ്രാം വരെ സ്ഫോടക വസ്തുക്കളാണ് ഓരോന്നിലും ഒളിപ്പിച്ചത്. കോഡ് സന്ദേശം ലഭിച്ചാൽ സ്ഫോടനം നടക്കാൻ ശേഷിയുള്ള വളരെ സൂക്ഷ്മമായ വസ്തുക്കളാണ് ഇതിനുപയോഗിച്ചത്. സംഭവത്തിൽ പരിക്കേറ്റ ഇറാൻ അംബാസഡറുടെ ഒരു കണ്ണ് നഷ്ടപ്പെട്ടതായും മറ്റൊരു കണ്ണിന് സാരമായി പരിക്കേറ്റതായും റിപ്പോർട്ടുണ്ട്. പൊട്ടിത്തെറിക്കുന്നതിന് മുമ്പ് ഏകദേശം 10 സെക്കൻഡ് നേരം പേജറുകൾ ബീപ്പ് ചെയ്തിരുന്നു. സാധാരണ മെസ്സേജ് വരുമ്പോഴുള്ള ശബ്ദമാണിത്. മെസ്സേജാണെന്ന് കരുതി പലരും വായിക്കാൻ മുഖത്തോട് ചേർത്ത് പിടിച്ചപ്പോഴാണ് സ്ഫോടനം നടന്നത്. അതുകൊണ്ട് തന്നെ കണ്ണിന് പലർക്കും ഗുരുതര പരിക്കേറ്റിട്ടുണ്ട്. എന്താണ് പേജർ? മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിന് മുമ്പ് പ്രചാരത്തിലുണ്ടായിരുന്ന ഇലക്ട്രോണിക് ആശയവിനിമയ ഉപകരണം. SMS പോലെ സന്ദേശം കൈമാറാം. സംസാരിക്കാൻ പറ്റില്ല. ഉപയോഗിക്കുന്നവരുടെ ലൊക്കേഷനും മറ്റും കണ്ടുപിടിക്കുക എളുപ്പമല്ല.